ജൂലൈ മാസം 15-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി ദൈവവചനവുമായി വിൻസെൻ്റ് തോമസ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായ ഇരുവാൽ തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവൻ്റെ സന്നിധിയിലാണ്. സത്യവചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാത്ത വേലക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നതിനായിരിക്കാൻ ശ്രമിക്കുക. ദൈവം ഓരോ ബുധനാഴ്ചയും എനിക്ക് നൽകുന്ന പുതിയ പുതിയ അവസരങ്ങൾക്കായിട്ട് ദൈവത്തിനെ പഠിപ്പിക്കാനുള്ള കൃപ നൽകുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം, അതിൻ്റെ 51 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം, അതിൻ്റെ 51 മുതൽ 54 വരെയുള്ള ദൈവവചനം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആഴമായ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇതിൻ്റെ പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ട വചനം, ഇത് പരിശുദ്ധാത്മാവിന് നമുക്ക് വിവേചിച്ച് നൽകേണ്ടതും അതിനുവേണ്ടി നമുക്ക് ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കേണ്ടതും നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കൃപ നൽകേണ്ടതും ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം എന്ന് ഞാൻ കരുതുന്നു. സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി കൂട്ടിവരുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഘടിപ്പിക്കുന്ന വചനങ്ങൾ അത് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഓരോ ബുധനാഴ്ചയും ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ നടത്തുന്ന അവരെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഈ ദുഷ്ടലോകത്തിൽ എൻ്റെ കൺമണി പോലെ ഞങ്ങളെ കാക്കണമേ, പരിപാലിക്കണമേ. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇപ്പോൾ അവിടുത്തെ വചനം ശുശ്രൂഷയിൽ അനുഗ്രഹം നൽകണമേ എന്ന് അടികൾ അപേക്ഷിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചകളിൽ അവസാനങ്ങളെക്കുറിച്ചുള്ള ദൈവിക വെളിപാടുകൾ നാം പഠിച്ചു വരികയാണ്. മനുഷ്യന് എന്ത് സംഭവിക്കും? ഈ ലോകത്തിന് എന്ത് സംഭവിക്കും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം അതിനെ എന്ത് ചെയ്യും? ഇസ്രായേലിന് എന്ത് സംഭവിക്കും? ഇസ്രായേൽ ദേശത്തിന് എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ ജെറൂസലേമിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ നാം പഠിച്ചു വരികയാണ്. ഇതിൽ 2 തരത്തിലുള്ള വ്യക്തികളെ കാണാൻ കഴിയും. ഒന്ന് വിശ്വാസികൾ, ദൈവവചനമനുസരിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ, ദൈവം ഉദ്ദേശിക്കുന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നവർ. അത് രക്ഷയോടുള്ള ബന്ധത്തിൽ നാം വിശ്വസിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തു, ദൈവപുത്രനും ക്രിസ്തുവുമായ യേശുക്രിസ്തു തന്നെയാണ്. എന്നാൽ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെ അവരുടെയും അന്ത്യത്തെക്കുറിച്ച്, അന്ത്യം മാത്രമല്ല അവരുടെ നിത്യമായ
കാര്യങ്ങളെക്കുറിച്ചും വേദപുസ്തകം പറയുന്നത്. അങ്ങനെ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും തരം തിരിച്ചുള്ള അവസാനങ്ങളെ സംബന്ധിച്ച് തിരുവചനം, ദൈവവചനം, ദൈവം തന്നെ നമ്മളോട് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുകയാണ്, വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ അവസാനങ്ങളെ സംബന്ധിച്ച് വെളിപ്പാടുകൾ പരിശോധിച്ച് വരികയായിരുന്നല്ലോ. മനുഷ്യരെ സംബന്ധിച്ച് അന്ത്യം, അതായത് നിത്യമായ കാര്യങ്ങളുടെ ആരംഭം, അത് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന മാത്രയിൽ അത് ആരംഭിക്കും എങ്കിലും അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ, അത് യാഥാർത്ഥ്യമായി തീരുന്നത് എപ്പോഴാണ്, നിത്യത തുടങ്ങുന്നത് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്ത്യം എന്നുള്ള കാര്യം കൊണ്ട് നാം കുറിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ അവസാനം എന്ന് നാം പറയുമ്പോൾ ആ അവസാനമല്ല, അത് നിത്യതയുടെ ആരംഭമായിരിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ അന്ത്യവും സഭയുടെ ഉൽപ്രാപണവും തുടർന്നുള്ള നിത്യമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില സമയ വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തി ഞാൻ പറയുകയാണ്, മനുഷ്യന് അന്ത്യമുണ്ട്. ആ അന്ത്യം വിശ്വാസിയാണ് എങ്കിൽ അത് നിത്യതയുടെ ഒരു ആരംഭം കൂടി ആയിരിക്കും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ രണ്ട് തരം അവസാനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഒന്ന്, യേശുക്രിസ്തു രക്ഷയ്ക്കായി വിശ്വസിച്ചവർ, അവരെ നാം വിശ്വാസികൾ എന്ന് നാമധേയം ചെയ്യുന്നു. രണ്ടാമത്, അവിശ്വാസികളുടെ അന്ത്യവും നിത്യതയും. അങ്ങനെ രണ്ട് തരത്തിലുള്ള വ്യക്തികളുടെ അന്ത്യത്തെക്കുറിച്ചും അന്ത്യം എന്ന് പറയുമ്പോൾ അത് നിത്യതയുടെ ആരംഭവും ആയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നാം പഠിക്കേണ്ടത് എന്തുകൊണ്ട് ദൈവം ഇതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പാട് നൽകിയിരിക്കുന്നു, വേദപുസ്തകം എഴുതിയിരിക്കുന്നു, അത് നമ്മൾ വായിച്ച് എന്തുകൊണ്ട് മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ വരുത്തിയ പാപം സംബന്ധിച്ച് പാപത്തിൻ്റെ പ്രശ്നങ്ങളും അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ, മനുഷ്യൻ വരുത്തി വെച്ച പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ പ്രശ്നപരിഹാരം മനസ്സിലാക്കുവാനും പരിഹാരകനിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാനും എളുപ്പമായിരിക്കും. പ്രശ്നം എന്താണ് എന്നുള്ളത് നമുക്ക് അതിനെ പരിശോധിച്ച് അതിന് പ്രശ്ന പരിഹാരകൻ ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ പുത്രനെ അയച്ച് ആ പുത്രനായ യേശുക്രിസ്തുവാണ് ഈ പാപപരിഹാരം നമുക്ക്, അതിന് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നാം ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ 26-ാം വാക്യത്തിൽ നമുക്കറിയാം, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിലിടയുന്ന എല്ലാ ഇടജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്, തൻ്റെ സ്വരൂപത്തിൽ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അവർ ഈ ഭൂമിയിൽ ദൈവത്തിന് പകരക്കാരനായിട്ട് വാഴേണ്ടതിന് തന്നെയാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. എന്നാൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം അത് സാധിക്കുന്നതിന് മുമ്പ് തന്നെ പാപവും മരണവും ആദാം മുഖാന്തരം കടന്നു വരികയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ പാപത്തിൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നാം 21-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അത് പാപം നിമിത്തം അത് അസാധ്യമായി തീർന്നു. അതുകൊണ്ട് ഈ പാപത്തിന് പരിഹാരം വരേണ്ടത് ആവശ്യമാണ്. പാപം മാത്രമല്ല, പാപത്തിന് ശിക്ഷയും ശാപവും
ദൈവം കൽപ്പിക്കുകയുണ്ടായി. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 2-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, 2-ാം അധ്യായത്തിൽ ദൈവം അവിടെ പറയുകയാണ്, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അതാണ് ഈ പാപനിമിത്തം ഉണ്ടായ ദൈവത്തിൻ്റെ ശിക്ഷ. അതിന് നമ്മൾ ആത്മീയ മരണം എന്ന് പറയും. അതുമാത്രമല്ല, തുടർന്ന് നാം രണ്ടാം അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോൾ, തുടർന്ന് 3-ാം അധ്യായത്തിൽ അവൻ ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് പഴം തിന്നുകയും ദൈവം അവനെ ശപിക്കുകയും ചെയ്യും. ആദാമിനെ ശപിച്ചു. അത് നമ്മൾ 3-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ദൈവം അവനെ, അതിന് 17-ാം വാക്യം, 3-ാം അധ്യായം, മനുഷ്യനോട് കൽപ്പിച്ചത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച ഫലവൃക്ഷം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഭിവൃദ്ധി കഴിക്കും. മുള്ളും പരക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അപ്പം അങ്ങനെ ഒരു ഭൗതിക മരണം, ജീവിതം ക്ലേശകരമാകുകയാണ്. നമ്മുടെ കൃഷി അത് നമ്മൾ വിതയ്ക്കുന്നത് പോലെ കൊയ്യാൻ കഴിയുന്നില്ല. പാപനിമിത്തം അങ്ങനെ മൊത്തത്തിൽ ആദാമിനും അതവൻ്റെ ഭാര്യയ്ക്കും തുറന്നുണ്ടാകുന്ന സന്തതികൾക്കും മാത്രമല്ല, ഈ ലോകത്തിനും പ്രപഞ്ചത്തിനും തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതൊക്കെയാണ് നാം പാപനിമിത്തമുണ്ടായ പ്രശ്നങ്ങളെ നാം കാണുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ എന്താണ്? പാപം എന്താണ്? പാപത്തിൻ്റെ ശമ്പളമായ മരണം എന്താണ്? ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തെക്കുറിച്ചും നമ്മുടെ പ്രത്യാശ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിച്ച് സംതൃപ്തരായിട്ട് പ്രത്യാശയോടുകൂടെ ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നാം തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെ 2 മരണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഒന്ന്, പാപനിമിത്തം അതിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ ആത്മീയ മരണം. 2, ഒരു ശാപമായിട്ട് നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരിയും, അങ്ങനെ ഭൗതിക മരണം. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകം തന്നെ വളരെ കഷ്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതേ സംബന്ധിച്ച് നമുക്ക് റോമാലേഖനത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? ദൈവവചനം തന്നെ ആയിരിക്കണം ദൈവവചനത്തിനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റോമാലേഖനത്തിലെ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം നമുക്ക് വായിച്ച് നമുക്ക് നോക്കാം അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത്. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, അതിന് 12-ാം വാക്യം, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യൻ, അത് ആദാമിൻ്റെ പാപനിമിത്തമാണ് നമുക്ക് പാപം, ആത്മീയ മരണം, ഭൗതിക മരണം, ക്ലേശകരമായ ജീവിതം, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പാപമാണ്. ഈ പാപത്തിന് പരിഹാരം കാണാതെ നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായിട്ടൊരു സ്വസ്ഥതയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരുടെ വിവാഹമാണ് ശരിയായിട്ടുള്ള വിവാഹം. ഏതൊരു പുരുഷനും സ്ത്രീക്കും ദൈവം അനുവദിച്ചിട്ടുണ്ട്, വിവാഹത്തിന് അനുവാദം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വിവാഹം, എന്നാൽ മാത്രമേ വിവാഹമാണ്. ആ വിവാഹമാണ് ദൈവം പ്രസാദിക്കുന്നത്. അതിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും.
അപ്പം അങ്ങനെ ഈ പാപവും പാപത്താൽ മരണവും ക്ലേശവും കഷ്ടപ്പാടും എല്ലാം നമുക്ക് ആദാമിൻ്റെ പാപമുഖാന്തരമാണ് വന്നത് എന്ന് വേദപുസ്തകം പറയുകയാണ്. എന്നാൽ നാം ചെയ്ത പാപങ്ങൾക്ക് അത് വേറൊരു വിഷയമാണത്. പാപികളായിട്ട് ജനിക്കുന്നു, പാപം ചെയ്യുന്നു, ആ പാപങ്ങൾക്ക് ശിക്ഷയുണ്ട്. എന്നാൽ ആദാമിൻ്റെ പാപമാണ് ദൈവം കണക്കിടുന്നത്. അത് 12-ാം വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് 12-ാം വാക്യത്തിൽ ആദാമിൻ്റെ പാപം, 14-ാം വാക്യത്തിൽ അവിടെ പറയുന്നത് ആദാമിൻ്റെ ലംഘനം. ദൈവം പറഞ്ഞു നീ തിന്നരുത് എന്ന് ഭാര്യയുടെ വാക്ക് കേട്ട് അത് തിന്നു. അതൊരു ഭാര്യമാര് സൂക്ഷിക്കണം. ഭർത്താക്കന്മാരോട് അവരെന്ത് ചെയ്യാൻ പറഞ്ഞു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർ ചിലപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, എങ്കിലും വരുമാനങ്ങളുടെ പ്രതിരോധമായ ആദാമിൻ്റെ ലംഘനം ഹേതുവായി തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പോൾ ആദാം മുഖാന്തരമാണ് പാപം വന്നത്, പാപത്താരാണ് മരണം ലോകത്തിലേക്ക് വന്നത്. നാം എല്ലാം മരണത്തിന് വിധേയരായത്, ആത്മീയ മരണത്തിനും ഭൗതിക മരണം വിധേയരാകാൻ കാരണം ആദാമിൻ്റെ പാപമാണ് എന്ന് വേദപുസ്തകം പറയുകയാണ്. അതുമാത്രമല്ല അതിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യം ഒരുപോലെ അല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. ശിക്ഷാവിധി. അതുപോലെ അതിന് 17-ാം വാക്യത്തിൽ ഏകൻ്റെ ലംഘനം മരണം ഏകൻ നിമിത്തമാണ് മരണം. അപ്പോൾ ഈ പാപത്തിൻ്റെ ശിക്ഷയും അതിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് രക്ഷ എന്ത്, നീതീകരണം എന്ത്, അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ കർത്താവ് യേശുവിലുള്ള വിശ്വാസം വഴിയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ പറയുന്ന വലിയ വിഷയം തന്നെയാണ്. അങ്ങനെ നമ്മൾ ആദാമിൻ്റെ പാപത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ആദാമിൻ്റെ പാപം, ലംഘനം, ശിക്ഷാവിധി. അതുമാത്രമല്ല ആദാമിൻ്റെ അനുസരണക്കേട്, അത് 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ അനുസരണക്കേടാണ് പ്രശ്നം. എന്തായിരുന്നു ആദാമിൻ്റെ പാപം? അനുസരണക്കേട് കാണിച്ചു. തിന്നരുതെന്ന് പറഞ്ഞു തിന്നു. അവൻ പറഞ്ഞു, അയ്യോ നീ എൻ്റെ ഭാര്യ തന്നുകൊണ്ട് ഞാൻ തിന്നത്. എന്നാലും അതിനും ശിക്ഷ. ഞാൻ പറഞ്ഞത് നീ കേൾക്കാതെ നിന്റെ ഭാര്യ പറഞ്ഞത് നീ കേൾക്കുന്നു. അതാണ് ആദാമിൻ്റെ കുറ്റം. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാതെ നീ ഭാര്യ പറഞ്ഞത് കേട്ടു. അല്ലെങ്കിൽ ഇത് ദേവസ്വം പറഞ്ഞിരിക്കുന്നത് ഞാനുണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം അത് ശുഭകരമാകണമെങ്കിൽ, ആനന്ദകരമാകണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വിവാഹത്തെ സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് നമ്മളത് വിശ്വസിച്ചാൽ മാത്രമേ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അതിൽ ദൈവം ഉദ്ദേശിക്കുന്ന സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. എന്നിട്ട് ഈ റോമൻ 5-ാം അധ്യായത്തിൽ 1-ാമത്തെ ആദാം, അവസാനത്തെ ആദാമിനെ കുറിച്ച് യേശു ക്രിസ്തുവിൽ ഇതിനെല്ലാം പരിഹാരം, അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ പറയുന്നത് യേശു ക്രിസ്തുവിൽ കൃപാദാനം, അതിൻ്റെ 15-ാം വാക്യത്തിൽ. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യം കൃപാവരത്തിൻ്റെ കാര്യം ഒരുപോലെ അല്ല. ഏകന്റെ ലംഘനത്തെ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവഞ്ഞിരിക്കുന്നു. അപ്പം ഇതുകൊണ്ട് ഈ കൃപാവരത്തിൻ്റെ വ്യക്തി അത് യേശു ക്രിസ്തുവാണ് എന്നും അത് ഏകൻ എന്നുള്ള വ്യക്തി യേശു ക്രിസ്തു ആണെന്നും വ്യക്തമായിട്ട് വേദപുസ്തകം പറയുകയാണ്. നമുക്കുണ്ടാക്കി പറയേണ്ട അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദാമിൽ നഷ്ടപ്പെട്ടത് അവസാനത്തെ ആദാമായ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് അതിനെല്ലാം പരിഹാരം ലഭിക്കുക. അത് മാത്രമല്ല അനുഗ്രഹങ്ങളും ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് 15-ാം വാക്യം, 16-ഉം 18-ഉം വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവധി കൽപ്പന ഹേതുവായി തീർന്നു.
കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അപ്പൊ ഈ പാപത്തിന്റെ പരിഹാരം എന്താണ്? നീതീകരണമാണ്. അതെങ്ങനെ സാധിക്കും? നമ്മൾ ചെയ്തുകൊണ്ടു അത് സാധിക്കുന്നതാണ് അല്ല. വേദം പറയുന്നത് യേശുക്രിസ്തുവിന്റെ അനുസരണം, യേശുക്രിസ്തുവിൽ മാത്രമാണ് സാധ്യമാകുന്നത്. നമ്മെ എത്ര തലകുത്തി മറിഞ്ഞാലും എത്ര പരിശുദ്ധനായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാലും അത് അസാധ്യമാണ്. ഒന്നാമത്. രണ്ടാമത്, അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ തന്നെ യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവൻ ന്യായവിധിയിലാകുന്നു, അവിശ്വാസികളുടെ ഗണത്തിൽപ്പെടും. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായിത്തീരുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ്. അതുപോലെ നീതീകരണം മാത്രമല്ല, 18-ാം വാക്യത്തിലെ നീതീകരണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർ ശിക്ഷാവധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യരിക്കും ജീവകാരണമായ നീതീകരണവും വന്നു. വാസ്തവത്തിൽ യേശുക്രിസ്തു സകലർക്കും നീതീകരണം സാധ്യമാണ്. എന്നാൽ ദൈവം അതിനുവേണ്ടി ഒരു മാർഗം ഉപയോഗിച്ചിട്ടുണ്ട്. ആ മാർഗം വിശ്വാസമാണ്. അത് പ്രവൃത്തിയാലല്ല, കൃപയാലല്ലോ, വിശ്വാസം മുഖാന്തരം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ കാരണമല്ല, നിങ്ങൾ പ്രവൃത്തിയും കാരണമല്ല. എഫേസ്യർ 2-8-9 വാക്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവിൽ കൃപാദാനം, നീതീകരണം, അതുമാത്രം 17-ാം വാക്യത്തിൽ നമുക്ക് ജീവൻ, 17-ാം വാക്യത്തിൽ ഏകൻ്റെ മരണം ആ ഏകൻ നിമിത്തമാണ് എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന് സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എത്ര അധികം നിമിത്തം, ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നമ്മുടെ സാക്ഷാൽ ജീവിതം ആരംഭിക്കുന്നത് നമ്മുടെ യേശുക്രിസ്തു വിശ്വസിക്കുന്ന മാത്രയിലാണ്, ആ സമയത്താണ്. അതോടുകൂടി നമുക്ക് ജീവൻ ലഭിക്കുകയാണ്. ആത്മീയ മരണത്തിൽ നിന്ന് ആത്മീയ ജീവനിലേക്ക് നാം കടക്കുകയാണ്. അതുകൊണ്ട് അതിനാണ് നമ്മൾ വീണ്ടും ജനനം എന്നെല്ലാം പറയുന്നത്. അതുമാത്രമല്ല, തുടർന്ന് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 19-ാം വാക്യത്തിൽ അനുസരണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് ഈ അനുസരണം എവിടെ നിന്ന് ലഭിക്കും? നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചാൽ ആ അനുസരണം നമ്മൾ ദൈവത്തെ നമുക്ക് നീതിയായിട്ട് കണക്കിടുമോ? ഒന്നാമത്തെ അത് അസാധ്യമാണ്. പൂർണ്ണമായിട്ട് ജീവിതത്തിൽ അനുസരണം കാണിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കാണിച്ചാൽ തന്നെ അത് അസാധ്യമാണ്. കാരണം എന്താ? ദൈവം തൻ്റെ പുത്രൻ്റെ അനുസരണമാണ് നമുക്കായിട്ട് കണക്കിടുന്നത്. പുത്രൻ്റെ അനുസരണം, അതുകൊണ്ട് അവൻ്റെ അനുസരണമാണ് യേശുക്രിസ്തുവിൻ്റെ അനുസരണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജീവിതം നമ്മൾ നന്നായിട്ട് പഠിക്കണം. അവൻ ജനനത്തിൽ പാപരഹിതനായിരുന്നു, ജീവിതത്തിൽ പാപരഹിതനായിരുന്നു, മരണത്തിൽ പാപരഹിതനായിരുന്നു, പുനരുദ്ധാനത്തിൽ പാപരഹിതനായിരുന്നു. അവനോട് പകരക്കാരനായി പൂർണ്ണമായിട്ട് പിതാവിനെ അനുസരിച്ച് അവന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കുകയുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ആത്മീയ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ 20-ാം വാക്യത്തിൽ അതിനെ സംബന്ധിച്ച് കൃപയെക്കുറിച്ച് പറയുന്നത്, എന്നാൽ ലംഘനവും പെരുകേണ്ടടുത്ത് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കൃപ വർദ്ധിച്ചു. അപ്പോൾ കൃപയിലേക്ക് നാം പ്രവേശിക്കുക, സമാധാനത്തിലേക്ക്, ദൈവമായിട്ടുള്ള സമാധാനത്തിലേക്ക്, നീതീകരണത്തിലേക്ക്, ദൈവമായിട്ടുള്ള നിരപ്പിലേക്ക് നാം കടക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവയെല്ലാം എപ്പോൾ സംഭവിക്കും? അതാണ് വിഷയം. എപ്പോൾ ഇത് സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? നമുക്ക് പാപമുണ്ട്, പാപത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ഒരു പരിഹാരകനുണ്ട്. ആദാമിൻ്റെ പാപം, അവസാനത്തെ ആദാം യേശുക്രിസ്തു എന്നത് പരിഹാരം. ഇതെങ്ങനെ നമ്മുടെ സ്വന്തമാകുന്നു? അതെങ്ങനെ ഈ അവസാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായിട്ട് നിങ്ങളെയും സംബന്ധിച്ചുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കും. എന്നാൽ ഒരു ബൈബിൾ പഠിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ പഠിക്കാനൊരു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ റോമൻ കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, അത് നിങ്ങളനുസരിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾ ഇപ്പോൾ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവർ പറയുന്ന, അവരുടെ പണ്ഡിതന്മാർ പറയുന്ന രീതിയിലുള്ള മുന്നോട്ട് പോകും. അങ്ങനെ ഓരോ സഭയ്ക്കും അവരുടേതായ അവസാനങ്ങളെക്കുറിച്ചും ആദ്യങ്ങളെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും എല്ലാവർക്കും അവരുടേതായ ഉദ്ദേശങ്ങളുണ്ട്. അതെല്ലാം പലപ്പോഴും അത് ഘടകവിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങളാണ്. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഘടകവിരുദ്ധമാണ്. അപ്പം ഇങ്ങനെയുള്ള വിവിധ ഉപദേശങ്ങളും വിവിധ സഭകളുടെയും പ്രശ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് ദൈവകൃപയാൽ എനിക്ക് ഈ വേദപുസ്തകത്തിലേക്ക് വായിക്കാനും അതിൽ സാക്ഷാൽ
സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലാരിവട്ടം ബൈബിൾ ചർച്ച് എന്നുള്ള ഈ ശുശ്രൂഷ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആംഗ്ലിക്കൻ തിയോളജിയൻസിൻ്റെ വേദശാസ്ത്രന്മാരുടെ പുസ്തകം വായിക്കുന്നെങ്കിൽ അവരുടെ തിയോളജിയാണ് അവർ പഠിപ്പിക്കുന്നത്. പലപ്പോഴും അത് ദൈവവചനമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ പെന്തക്കോസ്തിലാണെങ്കിൽ അത് അവരുടേതായ ചില രീതികളാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി, അതുകൊണ്ടാണ് നാം ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും തിരിയണം. അപ്പോൾ ദൈവം നമ്മളെ വാസ്തവമായിട്ട് സത്യത്തിൽ നടത്തും. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നത്. അങ്ങനെ അതിൻ്റെ ഇത് എപ്പോഴെങ്ങനെ സംഭവിക്കുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് 1-2 വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഞാൻ വിചാരിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായം. 15-ാം അതിഗംഭീരമായ വെളിപ്പാടുകളുടെ പുസ്തകമാണ്. നമ്മുടെ പുനരുത്ഥാനത്തെക്കുറിച്ച്, നമ്മുടെ മരണമില്ലാത്ത അവസ്ഥയെക്കുറിച്ച്, ദൈവം തരാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വെളിപ്പാടുകൾ ലഭിച്ച പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ് അത്. അതിൽ 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആ മനുഷ്യനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. 21-ാം വാക്യം. 22 ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും, വിശ്വാസികളും അവിശ്വാസികളും ജീവിക്കപ്പെടും. എന്നാൽ സമയവ്യത്യാസമുണ്ട്, അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്, ശിക്ഷാവിധിക്ക് വ്യത്യാസമുണ്ട്, അനുഗ്രഹങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ 22-ാം വാക്യത്തിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്ന ഒരു ക്രിസ്തു എല്ലാവരും ജീവിക്കും. ഇത് പലർക്കും പേടി സ്വപ്നമാണ്. മരിച്ച് കത്തിച്ച് ചാരമാക്കി കളഞ്ഞാൽ പിന്നെ എല്ലാം കഴിയുമെന്ന വിചാരം. എല്ലാവരും ക്രിസ്തുവിൽ ജീവിക്കപ്പെടുമെന്ന് വേദപുസ്തകം എഴുതിയിരിക്കുക. അതിന് 23-ാം വാക്യം. ഓരോരുത്തരും താന്താൻ്റെ നിരയിലെത്ര. ഓരോരുത്തരും ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവൻ്റെ വരവെങ്കിൽ. അപ്പം അതുകൊണ്ട് നമ്മളുടെ രക്ഷയും തുടർന്നുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അവസാനവും, അല്ലെങ്കിൽ നാം മരിക്കുന്നുവെങ്കിൽ എന്ത് നമുക്ക് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്നത്, ദൈവവചനം പറയുന്നത്, മരിച്ചവരിൽ നിന്ന് ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ ഉയർപ്പിൻ്റെ ശരീരമുള്ളവനായിട്ട് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് ആദ്യഫലം. അതുകൊണ്ട് പുനരുത്ഥാനത്തിൻ്റെ ആദ്യമായിട്ട് യേശു ക്രിസ്തു മരിച്ചവരുടെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 1. ഇനി അടുത്ത പുനരുത്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ളവരാണ്. അതുകൊണ്ടാണ് നാം ക്രിസ്തുവിലായിത്തീരേണ്ടത് ആവശ്യമാണ്. നാം ജനനത്താൽ ആരിലാണുള്ളത്? ആദാമിലാണ്, ഇല്ലയോ? നമ്മൾ ആദാമിലാണ്. ഈ ആദാമിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരായിരിക്കും. അതെങ്ങനെ സംഭവിക്കും? അത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. സുവിശേഷം കേട്ടിട്ടാണ്, ദൈവവചനം കേട്ടിട്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അപ്പം ഇവിടെ നാം ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന് 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 21, 22, 24 പിന്നെ നമുക്ക് വായിച്ചു തുടങ്ങാം. പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. മരണം നീങ്ങിപ്പോകും. മരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പുനരുത്ഥാന ശരീരമുള്ളവരായിട്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമുക്ക് സാധ്യമാണ് എന്ന് ദൈവവചനം നമ്മളോട് ആജ്ഞാപിക്കുകയാണ്, നമ്മളോട് പ്രസംഗിക്കുകയാണ്. അപ്പം അങ്ങനെ
വിശ്വാസികളുടെ അവസാനം എങ്ങനെയായിരിക്കും? നമ്മൾ നീതീകരിക്കപ്പെടും. വിശ്വാസം നീതീകരണം സംഭവിച്ചാൽ റോമാലേഖനം 5-ാം അധ്യായം തുടങ്ങുന്നതിനെയാണ്. വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ശത്രുക്കളായിരുന്നു നമുക്ക് വേണ്ടി അവൻ മരിച്ചു. ശത്രുക്കളായിരിപ്പോൾ തന്നെ മരിച്ചു. അതാണ് അവനെ സ്നേഹം കാണിച്ചത്. അതുകൊണ്ട് അവൻ വിശ്വാസം നീതീകരിക്കപ്പെടുന്ന ദൈവത്തോട് സമാധാനം. അതാണ് നമ്മുടെ ആദ്യം. രണ്ടാമത് പുതിയ ജനനം. ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പുതിയ ജനനം. നമുക്കൊരു നിക്കോദീമസിൻ്റെ അവിടെയുള്ള സംസാരം നമുക്കറിയാം. കർത്താവ് യേശു നീ പുതിയ ജനിച്ചില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യം കാണാൻ സാധിക്കുകയില്ല. പുതിയ ആയിട്ട് ജനിക്കണം, ആത്മാവിൽ ജനിക്കണം, ജലത്താൽ ജനിക്കണം എന്നുള്ളതും ദൈവജനം പറയുന്ന വിശേഷമാണ്. അതുപോലെ തന്നെയുള്ള പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ വിശ്വസിച്ച നീതീകരിക്കപ്പെട്ടവർ പുതിയ സൃഷ്ടിയാണ് എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്നു. അതുപോലെ 1 കൊരിന്ത്യർ 15-23 വാക്യം നമുക്ക് പുനരുത്ഥാനമുണ്ട്. പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് അത് അമർത്യതയുള്ള ഒരു ശരീരം, അതിരവത്വമുള്ള ശരീരം, മരണമില്ലാത്ത ഒരു ശരീരത്തോട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത്. ആ പുനരുദ്ധാന ശരീരമാണ് കർത്താവ് യേശു ക്രിസ്തുവിന് മരണത്തിന് ശേഷം ഉണ്ടായിരുന്നത്. അതുപോലത്തെ ഒരു ശരീരം നമുക്ക് ലഭിക്കും. അമർത്യത. ആദാമിൻ്റെ പാപത്തോട് എന്ത് സംഭവിച്ചു? മർത്യരായി തീർന്നു. മരണത്തിന് നമ്മൾ അധീനരായി, അല്ലയോ? ആത്മീയമായി മരിച്ച് പൊടിയാവുന്ന ഈ പൊടിയിലേക്ക് തിരിയുന്നു നമ്മൾ. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ ശരീരം ദ്രവത്വം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം നമ്മൾ ചീഞ്ഞഴിഞ്ഞ് നാറ്റമുള്ളവരായി തീരും. അതുകൊണ്ടാണ് നമ്മൾ വേഗത്തിൽ കുഴിച്ചിടുന്നത്. അങ്ങനെ നമ്മൾ പുനരുദ്ധാന ഉള്ള ശരീരമുള്ളവരായി, അമർത്യത ഉള്ള, അദ്രവത്വമുള്ള, മരണമില്ലാത്ത ഒരു ശരീരം ഉള്ളവരായി നാം തീരുമെന്നുള്ളത് നമുക്ക് 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 51 മുതൽ 54 വരെയുള്ള വാക്യം വായിക്കാനുള്ള കാരണം അതാണ്. ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചു. ഈ പാപത്തിന് പരിഹാരമായ ഈ പുനരുത്ഥാന ശരീരമുള്ളവരായി എപ്പോൾ തീരും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 51 മുതൽ 54 വരെ വാക്യം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളതും അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. നമ്മൾ മരണത്തിന് അധീനരാണ്. നമ്മുടെ ശരീരം മരിച്ചാൽ അത് ദ്രവിച്ചു പോകും. ഇതിനെല്ലാം അതിജീവിക്കണം. അതാണ് പാപത്താലുണ്ടായ പ്രശ്നങ്ങൾ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ആ വചനം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകും. അതിൻ്റെ ആരംഭം കർത്താവായ യേശുവിൽ വിശ്വാസമാണ്, നീതീകരണമാണ്, വീണ്ടും ജനനമാണ് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ വലിയ പ്രത്യാശയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുകയാണ് ഓരോ ബുധനാഴ്ചയും ചെയ്യുന്ന ശുശ്രൂഷ. ദൈവത്തിൻ്റെ ദൈവിക സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപപരിഹാരവും നിത്യമായ അനുഗ്രഹങ്ങളിൽ ലഭിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സമ്മറൈസ് ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപപരിഹാരവും നിത്യമായ അനുഗ്രഹങ്ങളും ലഭിക്കാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. എഴുതപ്പെട്ട വചനം അത് വായിച്ച് മനസ്സിലാക്കി ദൈവീ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. വിശ്വസിക്കാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, നമുക്ക് തുടരാം.